പണ്ടൊക്കെ ഒരു സിനിമ തിയേറ്ററിൽ എത്ര ദിവസം ഓടിയെന്നതായിരുന്നു സ്റ്റാർഡത്തിൻ്റെയും ഹിറ്റുകളുടെയും അളവുകോൽ. എന്നാൽ ഇപ്പോൾ കോടി ക്ലബ്ബുകളാണ് സിനിമാ ലോകത്ത് പ്രാപ്തി തെളിയിക്കുന്ന ഘടകം. അത്തരത്തിൽ സ്റ്റാർഡത്തിൻ്റെ പവറിൽ കോടി ക്ലബ്ബുകൾ കൈയടക്കുകയായിരുന്നു മലയാള സിനിമ. അവിടത്തേക്കാണ് മാറ്റത്തിൻ്റെ കാറ്റടിച്ചുകൊണ്ട് നെസ്ലൻ എന്ന നടൻ്റെ താരോദയം ഉണ്ടാകുന്നത്. 2019 മമ്മൂട്ടി ചിത്രം മധുരരാജയിലൂടെ ജൂനിയർ ആർട്ടിസ്റ്റായാണ് നെസ്ലൻ മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നത്. അവിടെ നിന്ന് ഇതുവരെ തിയേറ്ററുകളിൽ റിലീസിനായി എത്തിയത് 15 പടങ്ങൾ മാത്രം. അതിൽ 4 സിനിമകളിൽ മാത്രം നായക പ്രധാനമുള്ള വേഷം. എന്നാൽ ഇന്ന് പോപ്പുലാരിറ്റിയുടെ കാര്യത്തിൽ മലയാളത്തിലെ യങ്ങസ്റ്റ് സൂപ്പർ സ്റ്റാർ ആരെന്നതിന് ഒരേ ഒരു ഉത്തരം മാത്രം, അത് നെസ്ലനാണ്. നിനക്കൊക്കെ പ്രാന്താണോ പെണ്ണുങ്ങളുടെ പിറകെ പോകാൻ എന്ന് പറഞ്ഞ തണ്ണീർമത്തൻ ദിനങ്ങളിലെ മെലുവിലിൽ നിന്ന് പ്രേമലുവിലെ സച്ചിനിലേക്കുള്ള വളർച്ചയാണ് നെസ്ലൻ. ഗിരീഷ് ഷേഡി ഒരുക്കിയ റൊമാൻറ്റിക് കോമഡി ചിത്രം പ്രേമലു തിയേറ്ററുകളിലും പ്രേക്ഷക മനസ്സിലും ഒരേപോലെ ഹിറ്റായതോടെയാണ് നെസ്ലൻ്റെ റേഞ്ച് മാറിയത്. എന്നാൽ ഈ താരോദയം ഒറ്റ ചിത്രത്തിൻ്റെ ഭാഗ്യമായി ഒതുങ്ങിപ്പോയില്ലെന്നാണ് നെസ്ലൻ്റെ വരാനിരിക്കുന്ന ലൈനപ്പുകൾ നൽകുന്ന സൂചന. ഗിരീഷ് ഷേഡി ഒരുക്കുന്ന അയാം കാതലിനാണ് നെസ്ലൻ്റെ അടുത്തതായി തിയേറ്ററുകളിൽ എത്തുന്ന സിനിമ. പ്രേമലുവിന് മുമ്പ് തന്നെ ഷൂട്ട് കഴിഞ്ഞ സിനിമ ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ ഘട്ടത്തിലാണ്. അയാം കാതലിൻ്റെ പ്രൊഡക്ഷനിൽ ചില പ്രതിസന്ധികൾ വന്നതോടെയാണ് പ്രേമലു ഓണായതെന്നാണ് സംവിധായകനായ ഗിരീഷ് ഷേഡി ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങിയത് മുതൽ തന്നെ അയാം കാതലൻ സിനിമാ പ്രേമികൾക്കിടയിൽ ചർച്ചാ വിഷയമാണ്. ഓൺ ദി ഇൻ്റർനെറ്റ് നോബഡി നോസ് യു ആർ എ ഡോഗ് എന്ന ക്യാപ്ഷനോടെ നെസ്ലൻ ഒരു കവറും പിടിച്ചു വരുന്ന ചിത്രമാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിലുള്ളത്. പ്രേമലുവിന് ശേഷം ഗിരീഷ് ഷേഡി നെസ്ലൻ കോംബോയിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ ലിജോ മോൾ, ദിലീഷ് പോത്തൻ, അനീഷ്മ അനിൽകുമാർ എന്നിവരാണ് പ്രധാന വേഷങ്ങളിലെത്തുന്നത്. സിനിമാ പ്രേമികൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അയാം കാതലൻ ഈ വരുന്ന ജൂൺ 13 റിലീസിനെത്തുമെന്നാണ് റിപ്പോർട്ട്. തല്ലുമാലയ്ക്ക് ശേഷം ഖാലിദ് റഹ്മാൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന സ്പോർട്സ് കോമഡി ചിത്രത്തിലും നെസ്ലൻ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് പേരിടാത്ത ചിത്രത്തിൻ്റെ പൂജ നടന്നത്. പ്രേമലുവിന് ശേഷം നെസ്ലനും, ഇൻഡസ്ട്രി ഹിറ്റായ മഞ്ഞുമ്മലിന് ശേഷം ഗണപതിയും, മറ്റൊരു മികച്ച ചിത്രമായ അഞ്ചക്കള്ള കോക്കാന് ശേഷം ലുക്മാനും ഒന്നിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. ഇവരെ കൂടാതെ അനഘ രവി, സന്ദീപ് പ്രദീപ്, ബേബി ജീൻ തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിലുണ്ട്. ഗിരീഷ് ഷേഡി ഒരുക്കിയ മലയാളത്തിൻ്റെ സൂപ്പർ ഹിറ്റ് ചിത്രം പ്രേമലുവിൻ്റെ രണ്ടാം ഭാഗമായ പ്രേമലു 2 ആണ് നെസ്ലൻ്റെ മറ്റൊരു പ്രൊജക്റ്റ്. ഭാവന സ്റ്റുഡിയോസിൻ്റെ ബാനറിൽ തന്നെ ഒരുങ്ങുന്ന ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗത്തിൽ ആദ്യ ഭാഗത്തിലെ അതേ താരനിരയും അണിയറ പ്രവർത്തകരുമാകും ഉണ്ടാവുക. ആദ്യ ഭാഗത്തിൻ്റെ സക്സസ് സെലിബ്രേഷനിടെ ആണ് രണ്ടാം ഭാഗം അണിയറ പ്രവർത്തകർ പ്രഖ്യാപിച്ചത്. നെസ്ലൻ്റെ സച്ചിൻ എന്ന കഥാപാത്രവും മമിതയുടെ റീനുവും തമ്മിൽ പ്രണയത്തിലാവുകയും സച്ചിൻ UK പോവുകയും ചെയ്യുന്നതോടെയാണ് പ്രേമലു അവസാനിക്കുന്നത്. എന്നാൽ തുടർന്ന് അവരുടെ ജീവിതം എങ്ങോട്ട് പോകും, അതിനുള്ള രസകരമായ ഉത്തരമായിരിക്കും പ്രേമലു 2 എന്നാണ് പ്രേക്ഷക പ്രതീക്ഷ. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക് ഭാഷകളിലും രണ്ടാം ഭാഗം റിലീസ് ചെയ്യും. 2025 ചിത്രം തിയേറ്ററുകളിലെത്തുക. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന മോളിവുഡ് ടൈംസ് എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിലും നെസ്ലനാണ് നായകൻ. മലയാള സിനിമ ഇന്നേ വരെ കാണാത്ത തരത്തിൽ തീർത്തും ഗ്രേ ഷെയ്ഡിലുള്ള നായകനെ അവതരിപ്പിച്ച മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് ബോക്സ് ഓഫീസിൽ വലിയ ഹിറ്റായിരുന്നു. എ ഹേറ്റ് ലെറ്റർ ടു സിനിമ എന്ന ടാഗ്ലൈനോട് കൂടി എത്തുന്ന മോളിവുഡ് ടൈംസും ഒരുപക്ഷെ ഡാർക്ക് കോമഡി ട്രീറ്റ് ആയിരിക്കും. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന സിനിമയുടെ ആദ്യ വാർഷികത്തിലായിരുന്നു അഭിനവ് തൻ്റെ രണ്ടാം സിനിമ പ്രഖ്യാപിച്ചത്. ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കുന്ന ചിത്രം 2025 തിയേറ്ററുകളിലെത്തുക. ആസിഫ് അലി പ്രധാന വേഷത്തിലെത്തുന്ന ടിക്കി ടാക്കയിലും നെസ്ലൻ എത്തുന്നുണ്ട്. കളയ്ക്ക് ശേഷം രോഹിത് BS സംവിധാനം ചെയ്യുന്ന ചിത്രം ആക്ഷൻ എൻ്റർടൈനറാണ്. ഹരിശ്രീ അശോകൻ, ലുക്മാൻ, വാമിക ഗബി, സഞ്ജന നടരാജ് എന്നിവരും ചിത്രത്തിലുണ്ട്. ചിത്രത്തിൻ്റെ സ്റ്റണ്ട് പരിശീലനത്തിനിടെ ആസിഫ് അലിയുടെ മുട്ടുകാലിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. താരത്തിന് 5 മാസം വിശ്രമം നിർദ്ദേശിച്ചതോടെ ടിക്കി ടാക്കയുടെ ചിത്രീകരണം നിർത്തിവച്ചിരിക്കുകയാണ്. അനായാസമായി കഥാപാത്രങ്ങളെ പ്രസൻറ്റ് ചെയ്യാനുള്ള കഴിവാണ് പ്രേക്ഷകരെ നെസ്ലനിലേക്ക് അടുപ്പിച്ചത്. അതിൻ്റെ കൂടെ പ്രോമിസിംഗ് ആയിട്ടുള്ള കുറച്ച് നല്ല പ്രൊജക്റ്റുകൾ കൂടി ആവുമ്പോൾ ഇത് അവൻ്റെ കാലമല്ലേ എന്നാണ് സിനിമാ പ്രേമികൾ ഒന്നടങ്കം പറയുന്നത്.